മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയിലേക്ക്. തൃശൂർ പുതുക്കാട് അവിവാഹിതരായ പങ്കാളികൾ നവജാത ശിശുക്കളെ കുഴിച്ചിട്ടു. സംഭവം പുറത്തറിഞ്ഞത് യുവാവ് അസ്ഥികളുമായി പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ്. 21ഉം 26ഉം വയസ്സുള്ള യുവാക്കളാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. 2 കുട്ടികളെയും കൊലപ്പെടുത്തിയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, കേട്ട് കേൾവിയില്ലാത്ത തരം കുറ്റകൃത്യങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസവും നമ്മുടെയൊക്കെ മുന്നിലേക്ക് വരുന്നത്. 21 വയസ്സുള്ളൊരു യുവതിയും 25-26 വയസ്സുള്ളൊരു യുവാവും 2 കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രീജ പറഞ്ഞതുപോലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് തൃശൂർ പുതുക്കാട് നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഒരു യുവാവ് ഒരു സഞ്ചിയിൽ 2 കുഞ്ഞുങ്ങളുടെ അസ്ഥികൂടവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇത് തൻ്റെ കുഞ്ഞാണ്, താൻ അവിവാഹിതനാണ്, തൻ്റെ പങ്കാളി പ്രസവിച്ചതിന് ശേഷം കുഴിച്ചിട്ട കുഞ്ഞിൻ്റെ അസ്ഥികൂടങ്ങളാണ്, ഇത് ഞാനിവിടെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയാണ്, തൻ്റെ ജീവന് ഭയമുണ്ട് എന്നുള്ള തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം പുറത്താവുന്നത്. പോലീസുകാരടക്കം വളരെ ഞെട്ടലോടെയാണ് ഈ സംഭവം കേൾക്കുന്നത്. കാരണം ഒരു സഞ്ചി നിറയെ അസ്ഥികൂടവുമായി ഒരു യുവാവ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഊഹിക്കാം എന്തായിരിക്കും അവിടുത്തെ ഒരു സംഭവമെന്ന്. എന്തായാലും ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും അവിവാഹിതരാണ്, പക്ഷേ കുറച്ചു കാലങ്ങളായി ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. യുവതിക്ക് 21 വയസ്സും ഈ യുവാവിന് 26 വയസ്സുമാണ്. ഇവർക്ക് 3 വർഷം മുമ്പ് ഒരു കുഞ്ഞുണ്ടാവുന്നു. ആ കുഞ്ഞിനെ ആരും അറിയാതെ പ്രസവിച്ചതിന് ശേഷം കുഞ്ഞ് പ്രസവത്തോടെ തന്നെ അത് മരിച്ചെന്നും അതിനെ കുഴിച്ചിട്ടുവെന്നും യുവാവിനോട് പറഞ്ഞെന്നാണ് യുവാവ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്തിടെ വീണ്ടും ആ യുവതി വീണ്ടും പ്രസവിക്കുന്നു. ആ കുഞ്ഞും ജനിച്ച ഉടൻ തന്നെ മരിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് അതിനെയും ഇതേപോലെ കുഴിച്ചിട്ടു. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളുടെ അസ്ഥികൂടങ്ങൾ മറ്റ് ദോഷം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ സൂക്ഷിച്ചു വെച്ചിരുന്നുവെന്നാണ് പോലീസിനോട് യുവാവ് പറയുന്നത്. പിന്നീട് അതിനുശേഷം ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ അതിനുശേഷം നമുക്ക് ലഭിച്ച വിവരം ഇതേപോലെ ഈ 2 പേരും പോലീസിന്റെ കസ്റ്റഡിയിലാവുന്നു. 2 പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം യുവാവ് പറയുന്നത് തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്നും യുവതി തൻ്റെ മക്കളെ, തൻ്റെ നവജാത ശിശുക്കളെ കൊന്നതാണെന്നുമുള്ള രീതിയിലുള്ള മൊഴി പോലീസിനോട് യുവാവ് പറയുന്നു. എന്നാൽ ഈ മൊഴിയൊന്നും പോലീസ് ഇതുവരെ വിശ്വാസത്തിലെടുത്തിട്ടില്ല. എന്തായാലും കവറിൽ കൊണ്ടുവന്ന അസ്ഥികൂടം മനുഷ്യൻ്റേതാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ കുഞ്ഞിൻ്റെ പ്രായം, പിന്നെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം കുഴിച്ചിട്ടതാണോ അതോ കുഞ്ഞ് പ്രസവത്തിനിടയിൽ മരിച്ചതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും തൃശൂർ പുതുക്കാട് സ്വദേശികളെല്ലാം വളരെ ഞെട്ടലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഒരു നല്ലൊരു വെളുപ്പാങ്കാലത്ത് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവാവ് അസ്ഥികൂടങ്ങളുമായി കയറി ചെല്ലുന്നത് നമുക്ക് തീരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഇനി ദുർമന്ത്രവാദപരമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? കാരണം 3 വർഷത്തോളം ആയ കുഞ്ഞിൻ്റെ അസ്ഥികൂടമൊക്കെ എടുത്ത് സൂക്ഷിക്കുന്നു. അങ്ങനെ കർമ്മം ചെയ്യാൻ എന്തെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ സാധാരണ ഹിന്ദു മത ആചാരപ്രകാരം ഒരു കുഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അസ്ഥി എടുത്ത് 16ൻ്റെ അന്നോ 41ൻ്റെ അന്നോ അല്ലെങ്കിൽ ആണ്ടിൻ്റെ 1 വർഷത്തിൻ്റെ അന്നോ അതിനെ ഒഴുക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ചടങ്ങ് 3 വർഷത്തോളമായി അത്തരത്തിൽ ഇത് സൂക്ഷിച്ചു വെക്കുന്നതും ഒക്കെ വളരെ ദുരൂഹമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് പോലീസ് കണക്കാക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇത് കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി കൂടുതൽ വ്യക്തത വരേണ്ടത്. എന്തായാലും 2 പേരും യുവതിയും യുവാവും പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പോലീസ് ഇരുവരെയും ചോദ്യം ചെയ്തു വരികയാണ്. ശ്രീജ. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.